അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതേപോലെയുള്ള രക്ഷിതാക്കൾ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിലാണ് വന്നെത്തിയിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട പാഠം ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ തീർക്കാമെന്നും, ഒരു വർഷത്തെ വാർഷിക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് എങ്ങനെ മേടിക്കാമെന്നും ക്രിയാത്മകമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം നമ്മൾ പാഠാണ് വായിക്കുക, ശേഷം അത് കഴിഞ്ഞിട്ടാണ് അതിലുള്ള ചോദ്യോത്തരങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അതിനോട് കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. റെഡിയല്ലേ മക്കള്? നല്ല മാർക്ക് വേണം. സ്പെഷ്യൽ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ. അപ്പൊ നമുക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രധാന തലക്കെട്ടുകളാണ് ഇത്. ഒന്ന്, ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. നിസ്കാരത്തെ കുറിച്ച് പഠിക്കും. എങ്ങനെയാണ് വുളൂഅ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പഠിക്കും. വുളൂഅ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ബാങ്കും ഇഖാമത്തും എന്ന പാഠത്തെക്കുറിച്ച് പഠിക്കും. നമുക്ക് നിസ്കരിക്കാം എന്ന പാഠം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു റക്അത്ത് പൂർത്തിയാക്കാം എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തഹിയാത്തും സ്വലാത്തും ദുആവും സലാമും ഖുനൂത്തും സ്വലാത്തും നിസ്കാരം മനോഹരമാക്കാം. ഇങ്ങനെ പ്രധാനമായും നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? അപ്പൊ പാഠം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണാണ്. 1, ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലുകയാണ്. 2-മത്തേത് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കലാണ്. 3-മത്തെ സക്കാത്ത് കൊടുക്കലാണ്. 4-മത്തേത് റമദാൻ മാസം മുഴുവൻ നോമ്പ് നോക്കലാണ്. 5-മത് ഹജ്ജ് ചെയ്യലാണ്. 5 ഇസ്ലാം കാര്യമാണുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചർച്ചകളിലേക്ക് പോകാം. 2 ഷഹാദത്ത് കലിമയെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താണ് 2 ഷഹാദത്ത് കലിമ? 1, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. 2-മത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. 1-മത് അള്ളാഹുവിനെ വിശ്വസിക്കലാണ്. 2-മത്തത് അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കലാണ്. ഇതാണ് ഷഹാദത്ത് കലിമ. ഇനി നമുക്ക് കുറച്ച് ഹോംവർക്കിലേക്ക് പോവാ. ഇവിടെ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 1-മത്തത് ഏതാണ്? അഷ്ഹദു. കണ്ട, ഇതാണ്. 2-മത് അല്ലാ ഇലാഹ, ഇത്. 3 ഇല്ല. 4 അള്ളാഹു. ഇത് കൂട്ടി വായിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 5-മത്തേതാ? 5 വ അഷ്ഹദു. 6 അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഓക്കെ, യോജിപ്പിക്കണം. ഇവിടെ കൊടുത്തുള്ള റമദാൻ മാസം, ഇസ്ലാം കാര്യങ്ങൾ, 5 സമയം, ഷഹാദത്ത് കലിമ, മറ്റോടത്ത് കൊടുത്ത നിസ്കാരം, നോമ്പ് നോക്കല് 2 ആകുന്നു, 5 ആകുന്നു. ഇപ്പൊ നോക്കി, റമദാൻ മാസം എന്ന് കേൾക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് കേട്ടോ? ഇവിടെ നോമ്പ് നോക്കുക. ഇസ്ലാം കാര്യങ്ങൾ എന്ന് കേൾക്കുന്ന സമയത്ത് എന്താ വരുന്നത്? ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. 5 എണ്ണല്ലേ? 5 സമയം നിസ്കാരം അല്ലെ? 5 സമയം നിസ്കാരമുള്ളത്. അടുത്ത് ഷഹാദത്ത് കലിമ എന്ന് കേൾക്കുമ്പോൾ എന്താ? 2 ആകുന്നു. ഷഹാദത്ത് കലിമ 2 പറഞ്ഞില്ല ഇവിടെ? 1 ഷഹാദത്ത് കലിമത്, 2 ഷഹാദത്ത് കലിമത്. 1 അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 അള്ളാഹിന്റെ റസൂലിൽ വിശ്വസിക്കുക. ഈ പറഞ്ഞു പഠിക്കാം. 2 ഷഹാദത്ത് കലിമ അർത്ഥസഹിതം എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ഒന്ന് വായിച്ചാലോ.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് അതിന്റെ അർത്ഥം? തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഷഹാദ കലിമ അർത്ഥമറിഞ്ഞ് പറയേണ്ടത്. ഇത് കാണാതെ പഠിക്കണം. ഇതിന് നിറം കൊടുക്കാനാ പറയുന്നു. നിങ്ങളിൽ കളർ പെൻസിലോ കളർ സ്കെച്ചോ ഉണ്ടെങ്കിൽ ഇതിട്ട് നിറം കൊടുത്താളി. എന്താണ് ഇത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നാണ്. രണ്ടാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ പ്രധാനപ്പെട്ട ഈ പാഠപുസ്തകത്തിലെ ചർച്ചയായി മാറുന്ന ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് നിസ്കാരം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക, ഇനി നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കറിയാതെ പോകരുത്. ഇപ്പൊ ഞാൻ വായിച്ചേ, ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തെ നിസ്കാരം എന്ന് നാം പഠിച്ചല്ലോ. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുന്നവന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. നിസ്കാരങ്ങളുടെ ക്രമം എങ്ങനെയാണ്? ആദ്യത്തത് ളുഹറാണ്, അടുത്തത് അസറാണ്, അടുത്തത് മഗ്രിബാണ്, അടുത്തത് ഇശ ആണ്, അടുത്തത് 5-മത്തത് സുബഹിയാണ്. അപ്പൊ ഈ പാഠത്രേ ഉള്ളൂ. ഇനി ഇതിലത്തെ തിരിപ്പ് കളറ് നോക്കി നിസ്കാരത്തിന്റെ പേര് എഴുതാം. ഇവിടെ കണ്ടോ കളറ്? കളറ് നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഇവിടെ ഓറഞ്ച് ഏതാ? ളുഹർ. പച്ച ഏതാ? അസർ. നീല ഏതാ? മഗ്രിബ്, ഇശാ, സുബഹി. ഇവിടെ ഇട്ട ഭാഗം പൂർത്തിയാക്കണം. ഈ 5 നിസ്കാര ടൈമിനാണ്ട് കാണാതെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏതും പറയാം. ളുഹർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അസർ, ഇവിടെ മഗ്രിബ്, ഇവിടെ ഇശാ, ഇവിടെ സുബഹി. പറഞ്ഞു പഠിക്കാം ഓരോ നിസ്കാരത്തിന്റെയും പേരുകള്. മക്കളൊന്ന് പറഞ്ഞേ. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി. എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? നമ്മൾ 3-മത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നമ്മൾ ആദ്യം നിയ്യത്ത് ചെയ്യണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുൻകൈ രണ്ടും കഴുകണം. അതിന് ശേഷം മിസ്വാക്ക് ചെയ്യണം. വായിൽ വെള്ളം കുപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം. ഇങ്ങനെയാണ്. അങ്ങനെ ഓക്കെ. എന്നിട്ട് മുഖം കഴുകണം. അപ്പൊ എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. അടുത്തത് വലതു കൈമുട്ടുകളെ കഴുകുക. ഇങ്ങനെ ഇങ്ങനെ കഴുകണം. ഓക്കെ. അടുത്ത് ഇടത് കൈമുട്ടുകളെ കഴുകുക. തല അല്പം തടവുക. തല അല്പം തടവുക. ചെവി രണ്ടും ഒന്നിച്ച് തടവുക. വലതു കാൽ ഞെരിയാണി ഉൾപ്പെടെ കാലാണെങ്കിൽ വലതു കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അവിടെ ഫോട്ടത്തിൽ കണ്ടില്ലേ? ഇടതു കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാലും കഴുകണം. ഇവയെല്ലാം 3 പ്രാവശ്യം ചെയ്യണം. ഇത് 1 പ്രാവശ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്ന് ഓർഡറിൽ ഒന്ന് ചെയ്ത് നോക്കി മക്കള്. ഇത് വീഡിയോ ആക്കിയിട്ട് ഗ്രൂപ്പിൽ അയക്കണം. കൊടുക്കണത് റെഡിയാണോ? നോക്കാം നമുക്ക്. ഇനി നമുക്ക് ടാസ്കിലേക്ക് പോയാലോ? പൂരിപ്പിക്കാം. വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ തുടങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞില്ലേ, വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രാർത്ഥിക്കണം. അടുത്തത് മുഖം കഴുകുമ്പോൾ എന്താണ് കരുതേണ്ടത് എന്നാണ് ചോദിച്ചത്. മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നോക്കിവിടെ. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. മുഖം കഴുകണമെന്ന്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ചെയ്തു പഠിക്കാം. ഇതേതാണ്? മുഖം കഴുകുന്നത്. ഇതേതാണ്? കാല് കഴുകുന്നത്. ഇതേതാണ്? തല മുഴുവൻ തടവുന്നത്. ഇതേതാണ്? ചെവി തടവുന്നത്. രക്ഷിതാക്കളോട് കുട്ടികളെ ശരിയായി വുളൂ ചെയ്ത് പരിശീലിപ്പിക്കാനാണ് പറഞ്ഞത്.
എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിങ്ങൾ ഗ്രൂപ്പില് വുളൂ എങ്ങനെ എടുക്കുന്നത് എന്ന പൂർണ്ണമായ രൂപം വീഡിയോ ആക്കി അയക്കണേ. അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തെരഞ്ഞെടുക്കും. അവർക്ക് ഗിഫ്റ്റ് തരും. കുട്ടികളുടെ വുളൂ നിരീക്ഷിക്കുന്ന രക്ഷിതാവിന്റെ മാർക്ക് നൽകുക. ഓക്കെ, എന്റെ കുട്ടിക്ക് പൂർണ്ണമായ രീതിയിൽ വുളൂ ചെയ്യാൻ അറിയാമെന്ന് രക്ഷിതാക്കൾ ഉറപ്പ് പറയൂ. ആണെങ്കിൽ മാർക്ക് കൊടുക്കും. വുളൂവിന്റെ നിയ്യത്തുകൾ അറിയോ? വുളൂവിന്റെ നിയ്യത്ത്, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. കുട്ടി വുളൂ ചെയ്യുന്നത് കണ്ട് ഞാൻ തൃപ്തനായി. നിങ്ങളെ മക്കള് വുളൂ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? തൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ശരിയാവണില്ലെങ്കിൽ നിങ്ങൾ ഇന്നെ അറിയിക്കും. അടുത്ത പാഠത്തിലേക്ക് വുളൂ മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. വുളൂ ചെയ്യാൻ വേണ്ടി പോണമെന്ന് മുറിയുന്ന കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ്. ഏതൊക്കെയാണ്? 4 മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനീയ അല്ലാത്തത് പുറപ്പെടുക, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങുക. വുളൂ മുറിയും. മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക, വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഈ 4 കാര്യങ്ങൾ നടന്നാൽ വുളൂ മുറിയും. ഇനി നമുക്ക് തദ്രീബിലേക്ക് പോവാ. വുളൂ മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പറഞ്ഞില്ല 4 കാര്യങ്ങള്. മലമൂത്രദ്വാരങ്ങളിലൂടെ മനീയല്ലാത്തത് പുറപ്പെടുക, മക്കള് കാണാതെ പഠിക്കണേ. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക, വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇനി ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നോക്കി. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങണതിന്റെ താഴത്ത് ഒന്ന് ഉറങ്ങുക, മറ്റൊന്ന് ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. മുൻകൈയിന്റെ ഏതു ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക എന്നാണ്. മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ട് കഴിഞ്ഞാൽ വുളൂ മുറിയും. പള്ള എന്ന് പറയുന്നതാണ് ഇത്. മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയുമോ? മക്കൾ മാതാപിതാക്കളെ തൊട്ട ഒരിക്കലും വുളൂ മുറിയില്ല. കാരണം അവർ രക്തബന്ധമാണ്. വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ ഇതിൽ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തി. കൈ കൊടുത്ത വുളൂ മുറിയോ? ഇല്ല. വെള്ളം കുടിച്ച വുളൂ മുറിയോ? ഇല്ല. ഉറങ്ങിയ വുളൂ മുറിയോ? മുറിയും. ബാങ്കും ഇഖാമത്തും 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. നോട്ട് ദ പോയിന്റ് മക്കളെ. ബാങ്കിന്റെ വചനങ്ങൾ ഒന്ന് കൊടുത്താലോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. الصلاة خير من النوم، الصلاة خير من النوم. الله أكبر، الله أكبر. لا إله
ഇതാണ് ബാങ്ക്. മക്കള് ചെല്ലിയിട്ട് ഗ്രൂപ്പിൽ അയക്കണം. ഓക്കെ, ഇവിടെ കണ്ടോ അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇവിടെ സുബഹിക്ക് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് നേരെ ഇഖാമത്തിന്റെ വചനങ്ങൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാത്ത് ഖദ് ഖാമത്തിസ് സ്വലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മക്കള് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിടണം കേട്ടാ. ബാങ്ക് ഇക്കാമത്ത് പരിശീലിക്കണം. ഇത് പരിശീലിക്കുക മാത്രമല്ല, വീഡിയോ ഉണ്ടാക്കി ഗ്രൂപ്പിൽ അയക്കണം. നല്ല അടിപൊളി ബാങ്കിനും അടിപൊളി ഇക്കാമത്തിനും എൻ്റെ വക ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ. അതൊക്കെ ചോദിച്ചു വാങ്ങണം, നിങ്ങൾ ക്രമീകരിക്കണം. അടുത്ത ആദ്യം ഏതാണ്? ഫസ്റ്റ് ഏതാ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇവിടെ ഒന്ന് ഇറങ്ങും, ഇവിടെ ഒന്ന് കേട്ടാ. അടുത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് 2. അടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, അത് 3. ഹയ്യ അലസ് സ്വലാ എന്നുള്ളത് 4, ഇത് 5. മനസ്സിലായ മക്കളെ? പിന്നെ അടുത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് വീണ്ടും പറയാണ്. തന്നെ ഫസ്റ്റ് വരും, തന്നെ ലാസ്റ്റ് വരും. ഉത്തരം എഴുതി. ഇക്കാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ എന്താണ്? ഏതാണ്? ഖദ് ഖാമത്തിസ് സ്വലാത്തി ഖദ് ഖാമത്തിസ് സ്വലാ. സുബഹി ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ ഏതൊക്കെയാണ് നോക്കി. അസ്സലാത്തു ഖൈറും മിനന്നൗം അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇക്കാമത്തിൽ മാത്രം സുന്നത്തുള്ള ഇത് ആർക്ക്? ഇക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്കാ? പെണ്ണുങ്ങൾക്ക്. ഇവിടെ പറഞ്ഞില്ലേ മക്കളെ നോക്കി, സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ആണുങ്ങൾക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ട്. ഒരു മത്സരം നടത്താം, സുബഹി ബാങ്ക്. അതാ ഞാൻ ഇപ്പൊ നിങ്ങളോട് ടാസ്ക് പറയില്ലേ, നിങ്ങൾ അടിപൊളിയായിട്ട് ബാങ്ക് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഞാൻ കണ്ടാൽ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന് നല്ല അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഞാൻ തരും. പുറത്തുള്ള ആളെ വിളിച്ചു കൊടുത്തിട്ട് സമ്മാനം തരും. റെഡിയാണ് നമ്മള്? അപ്പൊ പാഠം 6 നമുക്ക് നിസ്കരിക്കാം. ഇപ്പൊ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരക്രമം. കഴിയുന്നവർ നിന്ന് നിസ്കരിക്കണം. നിയ്യത്ത് ചെയ്യണം. മുസല്ലി ഫർളൽ ളുഹ്രി 4 റകഅത്ത് മുതവജ്ജിഹൻ ഇല ഖിബ്ലത്തി അദാ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇതാണ് നിയ്യത്ത്. ളുഹ്റിന് അസറിന് വേറെ, ഇശാഇന് വേറെ. കണ്ടോ? ഉസല്ലി ഫർളൽ ളുഹ്രി എന്നുള്ള ഫർളൽ അസറിനാക്കുക, ഫർളൽ മഗ്രിബിനാക്കുക, ഫർളൽ സുബഹിനാക്കുക. പിന്നെ എത്ര റകഅത്താണ് നോക്കുക. നിങ്ങൾക്ക് ഇനി അറബിയിൽ പറയാൻ പറ്റില്ല, മലയാളത്തിൽ പറയാം. പക്ഷെ പരീക്ഷയ്ക്ക് അറബി പഠിക്കണം മക്കള്. ളുഹർ എന്ന ഫർള് 4 റകഅത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദായി അല്ലാഹുവിന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതോടുകൂടി 2 കൈകളും ഉയർത്തി ശേഷം നെഞ്ചിന്റെ താഴെ വെക്കുക. കണ്ട, ഇത് നെഞ്ച് ഇതിന്റെ താഴെ അങ്ങനെ വെക്കണം. എന്നിട്ട് വജ്ജഹതു ഓതണം. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് വജ്ജഹതു. മക്കൾ ഇത് കാണാതെ പഠിക്കണം, ഗ്രൂപ്പിൽ അയക്കണം. അടുത്തത് ഫാത്തിഹ ഓതുക. ഫാത്തിഹയുടെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും അവസാനം ആമീൻ എന്നും പറയണം. ഫാത്തിഹ മക്കൾക്കറിയില്ലേ? സൂറത്ത് ഓതണം. ആദ്യത്തെ 2 റകഅത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതണം. അടുത്തത് റുകൂഅ് ചെയ്യണം. റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. റുകൂഅ് കഴിഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയണം. ഇവിടെ എത്തിപ്പോ ഇതാണ് ഒരു പാർട്ട് കേട്ടാ. ഇനി ഉണ്ട് അടുത്ത്. നമ്മൾ റുക്കൂയിലാണ്. ഉത്തരം എഴുതാം. നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്നു നിസ്കരിക്കാമോ? ഇല്ല, പറ്റൂല. നിൽക്കാൻ കഴിയുന്ന നിന്നിട്ട് നിസ്കരിക്കണം. ഫാത്തിഹയ്ക്ക് മുമ്പ് എന്തു ചൊല്ലണം? ഫാത്തിഹയ്ക്ക് മുമ്പ് എന്താണ് ചൊല്ലേണ്ടത്? ഫാത്തിഹയ്ക്ക് മുമ്പ് തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവസാനം ആമീൻ എന്നും പറയണം. ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം? ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ എന്ന് പറയണം. നോക്കി, ഇതാണ്
ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ സൂറത്ത് ഓതണം, മറക്കണ്ട. ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതണം. ആദ്യത്തെ 2 റക്അത്തിലാണ്. മനപ്പാഠമാക്കാനാണ് വജ്ജഹത്ത് വജ്ഹിയലില്ലദീ. നോക്കി മക്കളെ, ഇത് പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഇത് കാണാതെ പഠിച്ചോളി, അടിപൊളിയാണ്. വജ്ജഹത്തു വജ്ഹിയലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇത് പഠിക്കണം കേട്ടോ മക്കളെ. ക്രമീകരിച്ച് നമ്പർ ഇടാം. ഏതാണ് ഫസ്റ്റ്, ഏതാണ് സെക്കൻഡ്. ആദ്യം നിയ്യത്ത് ചെയ്യണം, പിന്നെ ഫാത്തിഹ ചെയ്യണം, പിന്നെ റുക്കൂ ചെയ്യണം. ഓക്കെ, ഇത് പ്രവർത്തിക്കാനാണ് പറയുന്നത്. ചെയ്യുക. ഫാത്തിഹ ശരിയായി ഓതി പഠിക്കണം. ഗ്രൂപ്പിലെവിടെയാണോ എല്ലാ നിസ്കാരങ്ങളുടെയും നിയ്യത്ത് ശീലിക്കുക. എല്ലാ നിസ്കാരങ്ങളുടെ നിയ്യത്ത്. ഇപ്പൊ നമ്മൾ നേരത്തെ നിയ്യത്ത് പറഞ്ഞില്ലേ, നോക്കി. ഇത് ളുഹറിന്റെ നിയ്യത്താണ്, ഇതേപോലെ അസറിന്റെ, ഇതേപോലെ മഗ്രിബിന്റെ, ഇതേപോലെ ഇഷായിന്റെ, ഇതേപോലെ സുബഹിന്റെ. മക്കള് ഇത് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കണം. നോക്കി, മാറ്റേണ്ട എത്രയേ ഉള്ളൂ. ളുഹറാണ്, അസറാണ്, മഗ്രിബാണ്, ഇഷ ആണ്. അടുത്ത എത്ര റക്അത്താണ്, അതിനെ നേരെ അറബിയിലാക്കുക. ബസ്, വേറെ ഒന്നുമില്ല. കൈ ഉയർത്തലും കെട്ടലും ചെയ്ത് ശീലിക്കുക. അത് ഗ്രൂപ്പിലിടണം. എങ്ങനെയാണ് അല്ലാഹു അക്ബർ എന്നിട്ട് എങ്ങനെയാണ് റുക്കൂ ചെയ്യുക, ഇത് ഗ്രൂപ്പിൽ അയക്കണം. റുക്കൂ ശരിയായി നിലയിൽ ചെയ്ത് പഠിക്കുക. റുക്കൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞു നോക്ക്. റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് 3 കടാ. ഇതാണ് റുക്കോയിന്റെ രൂപം. ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊവ്വായിട്ട് നിൽക്കണം. എല്ലാവരും ഇങ്ങനെ വളഞ്ഞു പോകും, അത് പാടില്ല. ഇങ്ങനെ നിൽക്കണം, വടി പോത്ത് നിൽക്കണം. ഓക്കെ, റെഡി. അടുത്ത ഒരു റക്അത്ത് പൂർത്തിയാക്കാം. നമ്മൾ റുക്കൂ കഴിഞ്ഞു, ഇനി ഇഅ്തിദാൽ ചെയ്യണം. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് റുക്കോയിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തണം. റുക്കോയിന്റെ മുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലേ, ഇഅ്തിദാൽ, അവിടേക്ക് നേരെ പോകണം. ഇഅ്തിദാൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ അമാ ശൈത മിൻ ഷൈഇൻ ബഅദ്. അല്ലാഹുവിനെ സ്തുതി പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് പഠിക്കണം. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ അമാ ശൈത മിൻ ഷൈഇൻ ബഅദ് എന്ന് ചൊല്ലണം. ശേഷം സുജൂദ് ചെയ്യണം. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് 3 തവണ ചൊല്ലണം. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് നോക്കി നിങ്ങള്. സുജൂദ് ചെയ്യണ സമയത്ത് കണ്ട ഈ കാലിന്റെ ഇവിടെ കുത്തി നിൽക്കണം. ഇത് കണ്ട കെടുത്താൻ പാടില്ല, ഇങ്ങനെ പൊന്തിച്ച് വെക്കണം. ഈ 2 കാര്യമാണ് മെയിനിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂക്കാണ്, മൂക്കും നെറ്റിയാണ് വെക്കേണ്ടത്. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങള് നെറ്റി, മൂക്ക്. ഇടാ, നെറ്റിയും മൂക്കും. 2 മുൻകൈയിന്റെ പള്ളകൾ, 2 മുൻകൈയിന്റെ പള്ളകൾ ഇതാ. 2 കാൽമുട്ടുകൾ, 2 കാൽമുട്ടുകൾ. 2 പാദങ്ങൾ, വിരലുകളുടെ പള്ളകൾ. ഇടാ, വിരലുകളുടെ പള്ളകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തി നിർത്തണം എന്ന് പറയാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് അയക്കണം ഗ്രൂപ്പിൽ. 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം. അപ്പോ ഒരു സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദ്. അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലുക. എന്നിട്ട് വീണ്ടും സുജൂദ് ചെയ്യുക. എന്നിട്ട് ഒന്നാമത് സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത് സുജൂദ്. അടുത്ത തുമഇനീനത്ത്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ ഇടയിലെ ഇരുത്തം എന്നാണ്. ഇടയിലെ ഇരുത്തം. അതെപ്പോ രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നതിന്റെ മുന്നുള്ള ഒരു ഇരുത്തുണ്ട്. റുക്കൂഇന്റെ ഇടയിലൊരു ഇരുത്തുണ്ട്, നിർത്തുണ്ട്. ഓക്കെ, എവിടൊക്കെ തുമഇനീനത്ത്? ഒന്ന് റുക്കൂഇലുണ്ട്. റുക്കൂഇണ്ട് കഴിഞ്ഞിട്ട് നീക്കൂലേ. അടുത്ത ഇഅ്തിദാല്. റുക്കൂഇലേക്ക് പോകുമ്പോൾ തുമഇനീനത്താണ്. ഇഅ്തിദാല് നീക്കുമ്പോൾ 2 സുജൂദ്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങുക. ഇതിന് തുമഇനീനത്ത് എന്ന് പറയും. കുറച്ചു നേരം അവിടെ ശാന്തമായിട്ട് നിൽക്കുക. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. മനസ്സിലാവുണ്ടോ? രണ്ടാം സുജൂദിൽ നിന്ന് നീച്ചു കഴിഞ്ഞാൽ ഒരു റക്അത്ത് പൂർത്തിയായി. ഉത്തരം എഴുതണം. റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ എന്തു ചൊല്ലണം? റുക്കൂഇൽ നിന്ന്, റുക്കൂഅ് ഇതാണ് റുക്കൂഅ്. ഇഅ്തിദാൽ എന്ന് പറയാം.
സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. എന്നിട്ട് എന്താ പ്രാർത്ഥന? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശഇത മിൻ ഷൈഇൻ ബഅദ്. അടുത്തത് ഇഅ്തിദാൽ നാം എന്തു ചൊല്ലണം? അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. ഇപ്പോ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ മാ ശഇത മിൻ ഷൈഇൻ ബഅദ്. അടുത്തത് സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏവാ? സുജൂദിൽ എന്തൊക്കെയാണ് നിലത്ത് വെക്കേണ്ടത്? ഒന്ന് പറഞ്ഞു നോക്കി മക്കള്. നെറ്റി, മൂക്ക്, 2 കാല് മുട്ടുകൾ, കയ്യിന്റെ പള്ള, 2 പാദങ്ങളുടെ വിരലുകൾ, അതിന്റെ പള്ള. റെഡി? വ്യക്താക്കണം. തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങൽ. റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങുക, കുറച്ചു നേരം ഇരിക്കുക, എന്നിട്ട് പറയുന്ന പേരാണ് തുമഅനീനത്ത്. അടുത്ത തുമഅനീനത്തിന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു. അതാണ് റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇവിടെ ചെറിയ അനക്ക. തുമഅനീനത്ത് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റോപ്പ്. പൂർത്തിയാക്കുക. സുബ്ഹാന റബ്ബി വബിഹംദിഹി, സുജൂദിലുള്ള പ്രാർത്ഥന. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അടുത്ത റുകൂഇൽ അത് മറ്റേ പാട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി ആണ് റുകൂഇൽ പറയുന്നത്. അടുത്ത ശരിയായ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയത്ത് നാം ചൊല്ലണം. ഇത് എപ്പോഴാണ് പറയേണ്ടത്? റുക്കോയിലേക്ക് പോകുമ്പോഴാണോ പറയേണ്ടത്? സുജൂദിലേക്ക് പോകുമ്പോഴാണ്? റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴാണ് പറയേണ്ടത്? പറയും. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശഇത മിൻ ഷൈഇൻ ബഅദി എന്ന് നാം ചൊല്ലണം. എവിടെയാണ്? ഇഅ്തിദാലില്. ഓക്കെ, നമ്പർ ഇട്ട് ക്രമപ്പെടുത്തണം. പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ഈ പ്രാർത്ഥന. 2 സുജൂദ്. റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലണം തുമഅനീനത്തിന്റെ ഇരുത്തത്തിൽ. ഇതവിടെ ഇതാദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റബ്ബി യഗ്ഫിർലി, ഇതാണ് 1. യഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഓക്കെ, ഇത് ആദ്യം ഇതിൽ എഴുതുക. 1 റബ്ബി അഗ്ഫിർലി, 2 വർഹംനി, 3 വജ്ബുർനി, 4 വർസുഖ്നി, 5 വർസുഖ്നി വഹ്ദിനി വആഫിനി. റബ്ബി അഗ്ഫിർലി വർഹംനി. നോക്കി നിങ്ങൾ, റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി. വർഫഅനി കേട്ട് വർസുഖ്നി. ഇതാണ് കാണാതെ പഠിച്ചാൽ മതി മക്കള്. അത്തഹിയാത്തും സലാത്തും. ഇപ്പൊ നമ്മള് 1 റക്കാത്ത് കഴിഞ്ഞു, ഇനി 2 റക്കാത്ത് കഴിഞ്ഞു, 3 റക്കാത്ത് കഴിഞ്ഞു, 4 റക്കാത്ത് കഴിഞ്ഞു, അത്തഹിയാത്തേക്ക് വരികയാണ്. അത്തഹിയാത്ത് 2 ഉണ്ട്. ഒന്ന് 2 റക്കാത്ത് കഴിഞ്ഞാലുള്ള ഒരു അത്തഹിയാത്ത് ഉണ്ട്. മറ്റൊന്ന് 4ാമത്തെ റക്കാത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തിൽ നമുക്കൊരു അത്തഹിയാത്ത് ഉണ്ട്. നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്കിടയ്ക്ക് ശേഷം ഇരുന്ന് അത്തഹിയാത്ത് ഓതണം. അത്തഹിയാത്ത് ഏതൊക്കെയാണ്? 1ാമത്തെ അത്തഹിയാത്തോട് 2ാമത്തെ അത്തഹിയാത്തോട്. അത് 1ാമത്തെ അത്തഹിയാത്ത്. അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 1ാമത്തെ തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും 2ാമത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും മേലിലും സലാത്ത് ചൊല്ലേണ്ടതുണ്ട്. സലാത്തിന്റെ പൂർണ്ണരൂപം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം
വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഓക്കേ, നിങ്ങൾ ഇത് ഫുള്ള് നമസ്കാരം ചെയ്തതിന് ശേഷം ഇതിന്റെ PDF ആയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ അയക്കുക. വീഡിയോ ആയിട്ട് അയക്കണ ഇത് കിട്ടൂല, PDF ആയിട്ട് അയക്കുക. ഇതൊരു 10-15 മിനിറ്റ് ഉണ്ടാവും ടോട്ടൽ നിസ്കാരം. നിങ്ങൾ ചെയ്ത വീഡിയോ എനിക്ക് കാണണം. ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ചെല്ലേണ്ട ദിക്റുകൾ, ചെയ്യേണ്ട രൂപങ്ങൾ എല്ലാം ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കുന്ന ആദ്യത്തെ 3 ആൾക്ക് എൻ്റെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ഉത്തരം പറയാം. അത്തഹിയാത്ത് ഓതേണ്ടത് എപ്പോഴാണ്? ഇവിടെ പറയുന്നുണ്ട്, നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തില്, അവസാനത്തെ റക്അത്തില് 2 സമയത്തുണ്ട്. ഒന്നാമത്തെ റക്അത്തിലും നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയാത്ത് ഓതേണ്ടതുണ്ട്. പഠിച്ചോളൂട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലെ സലാത്ത് ചെല്ലേണ്ടത് എപ്പോൾ? രണ്ടാമത്തെ തഹിയാത്തിന്റെ ടൈമിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സലാത്ത് ചെല്ലേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചെല്ലേണ്ടത് ആദ്യത്തെ തഹിയാത്തിലാണ്. ഒന്നാമത്തെ തഹിയാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും രണ്ടാമത്തതിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലും സലാത്ത് ചെല്ലേണ്ടതുണ്ട്. പൂർത്തിയാക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വഅലാ സയ്യിദിനാ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അത്തഹിയാത്തും സ്വലാത്തും മക്കള് ഗ്രൂപ്പിൽ അയക്കണം കേട്ടോ. ദുആഉ സലാം, സലാം വീട്ടേണ്ട പ്രാർത്ഥനയാണ്. അപ്പൊ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്. അവസാനത്തെ അത്തഹിയാത്ത് സ്വലാത്ത് ചൊല്ലി ശേഷം ദുആ ചെയ്യണം. ദുആഇന്റെ വചനങ്ങൾ ഏതൊക്കെയാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബ്രി മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എന്താണ് പ്രാർത്ഥന എന്നല്ലേ? അള്ളാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ. എന്റെ മുന്നേ ചെയ്ത കാര്യങ്ങള്, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, എന്തൊക്കെ തെറ്റുകളുണ്ടോ റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന മക്കൾ പഠിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദുആഇന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ആദ്യത്തെ വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും നമ്മൾ പറയേണ്ടതുണ്ട്. ഒന്നാം സലാം വീട്ട് വലതു ഭാഗത്തേക്കും രണ്ടാമത്തത് ഇടത് ഭാഗത്തേക്കും മുഖം തിരിക്കണം. ഇത്രയേ ഉള്ളൂ. പൂർത്തിയാക്കണം. ഈ പ്രാർത്ഥന പഠിച്ച മക്കൾക്ക് പൂർത്തിയാക്കാം. ഒന്നാം സലാം വീട്ടുമ്പോ വലതു ഭാഗത്തേക്കും രണ്ടാം സലാം വീട്ടുമ്പോ ഇടത് ഭാഗത്തേക്ക് മുഖം തിരിക്കണം. അടുത്തത് സുബഹി നിസ്കാരത്തിൽ രണ്ടാം റക്അത്തിലെ ഇഅ്തിദാലിൽ ദിക്റുകൾക്ക് ശേഷം 2 കൈകൾ ഉയർത്തിയിട്ട് ഖുനൂത്ത് ഓതലും ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെ മേൽ സലാത്തും സലാമും ചെല്ലൽ സുന്നത്താണ്. ഖുനൂത്ത് എങ്ങനെയാണ് ചെല്ലുക? ഇത് സുബഹി നിസ്കാരത്തിൽ രണ്ടാം റക്അത്തിലെ ഇഅ്തിദാലിൽ ദിക്റുകൾക്ക് ശേഷം, ഇഅ്തിദാൽ പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ,
റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അമാ ശൈത മിൻ ഷൈഇൻ ബഅദ് എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم رب اغفر لي وارحمني وأنت خير الراحمين ഈ പ്രാർത്ഥന മക്കൾ പഠിക്കണം, ഗ്രൂപ്പിലാക്കണം. റെഡിയാണോ? ഉത്തരം പറയാം. സുബഹി നിസ്കാരത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ടത് എന്താണ്? ഖുനൂത്ത്. ഖുനൂത്തിന് ശേഷം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മേലില് സ്വലാത്തും സലാമും ചെല്ലണം. ഇവിടെ പറയുന്നത് കേട്ടോ, നിങ്ങള് കുടുംബത്തിന്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലണം. ഇതാണ് ഉത്തരം. ചൊല്ലി പൂർത്തിയാക്കണം. ഈ പ്രാർത്ഥന കാണാതെ പഠിച്ചോളി മക്കള്, നല്ല ഉപകാരമാണ്. ജീവിതത്തിലാണ് പഠിക്കും. അപ്പൊ നിങ്ങള് നിസ്കാരം തന്നെ പഠിച്ചു കണ്ടാ, ക്രമീകരിക്കണം. ഫീ മാ വബാരിക് അഅതൈത ലീ, വബാരിക് ലീ ഫീ മാ അഅതൈത്, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വഖിനി ശർറ മാ ഖളൈത് വഖിനി ശർറ മാ ഖളൈത്. ഇതാണ് കാണാതെ പഠിച്ച മക്കൾക്ക് സുന്ദരമായിട്ട് ഇങ്ങനെ ഓതി കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. നിസ്കാരം മനോഹരമാക്കാം. വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക. 1. വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കുക. 2. തലയും പിരടിയും മറക്കുക. തലയും പിരടിയും മറക്കുക. പുരുഷന്മാർ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക. ഉന്മേഷത്തോടെ നിസ്കരിക്കുക. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി ഭക്തിയോടെ നിസ്കരിക്കുക. ഓരോ ദിക്റും നല്ല രീതിയിൽ പൂർണ്ണമായി ചൊല്ലുക. 3 പ്രാവശ്യം തുടർച്ചയായി. അവയവങ്ങൾ അനക്കാതിരിക്കുക. കളി, ചിരി പോലെയുള്ളവ ഒഴിവാക്കുക. സുജൂദ്, അത്തഹിയാത്ത് തുടങ്ങിയവയിൽ അവയവങ്ങൾ ശരിയായ രൂപത്തിൽ വെക്കുക. ധൃതിയില്ലാതെ നിസ്കരിക്കുക. നിസ്കാര ശേഷം ദിക്റുകളും ദുആയും നിർവഹിക്കുക. പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക. മക്കളെ, പറ്റുമെങ്കിൽ ഇത് കാണാതെ പഠിച്ചോളൂ. ഈ ഓർഡർ പഠിച്ചാൽ നിങ്ങൾക്ക് മൊത്തം നിസ്കാരം കിട്ടും. എത്ര പറഞ്ഞു? 2, 4, 6, 8, 10, 12, 13 പോയിന്റാണ് പറഞ്ഞത്. 1. വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക. വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കുക. തലയും പിരടിയും മറക്കുക. പുരുഷന്മാർ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക. ഉന്മേഷത്തോടെ നിസ്കരിക്കുക. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി ഭക്തിയോടെ നിസ്കരിക്കുക. ഓരോ ദിക്റും നല്ല രീതിയിൽ പൂർണ്ണമായി ചൊല്ലുക. 3 പ്രാവശ്യം തുടർച്ചയായി അവയവങ്ങൾ അനക്കാതിരിക്കുക. കളി, ചിരി പോലെയുള്ള ഒഴിവാക്കുക. സുജൂദ്, അത്തഹിയാത്ത് തുടങ്ങിയവയിൽ അവയവങ്ങൾ ശരിയായി രൂപത്തിൽ വെക്കുക. ധൃതിയില്ലാതെ നിസ്കരിക്കുക. നിസ്കാര ശേഷം ദിക്റുകൾ ദുആയും നിർവഹിക്കുക. പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക. ഈ ശരി അടയാളപ്പെടുത്തണം. നിങ്ങളുടെ കൂട്ടുകാരൻ ധൃതിയിൽ നിസ്കരിക്കുന്നു, തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. തല മറക്കാതെ നിസ്കരിക്കുന്നു, തെറ്റ്. കളിയെ കുറിച്ച് ആലോചിച്ച് നിസ്കരിക്കുന്നു, തെറ്റ്. ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു, ശരി. അങ്ങനെ നിസ്കരിക്കണ്ടേ. ഭക്തിയോടെ നിസ്കരിക്കുന്നു, ശരി. നിസ്കാരം ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു, തെറ്റ്. നിസ്കാര രൂപം ക്രമത്തിലാക്കണം. ഏതാണ് നിസ്കാര രൂപം? അത് നിയ്യത്ത് 1. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 റുക്കൂഅ്. അടുത്തത് ഇഅ്തിദാൽ, സുജൂദ്. സുജൂദ് കഴിഞ്ഞാൽ ഇടയിലെ ഇരുത്തം, അത്തഹിയാത്ത്, പിന്നെ സലാം വിട്ട്. ഇതാണ് ഓർഡർ.
അപ്പൊ ഇതാണ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പാഠം പൂർത്തിയാക്കാൻ പറ്റി. ഇനി മക്കൾ എന്താ ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ചെയ്ത് നിങ്ങളെ ബ്രെയിനിലേക്ക് കൊണ്ടുവരിക, ഇത് ആക്ഷൻ ആക്കി മാറ്റുക. ഗ്രൂപ്പിലാക്കി അടിപൊളി ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. റെഡിയാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.